Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Assalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, ഇടക്കാല എൻ്റെ ലീവിൻ്റെ സമയത്ത് യാസിൻ നിസാമി ഉസ്താദ് അവസാനമായി നടത്തിയത് ഖുർആൻ ക്ലാസ് ആണ്. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ നടത്തിയതും ഖുർആൻ ക്ലാസ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ആഴ്ചയിലാണ് അപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ മജ്‌ലിസ് നൂറാണ് ഇന്ന്. ചില സഹോദരിമാർ ഇന്ന് മജ്‌ലിസ് നൂറ് ആയത് എങ്ങനെയാണ് എന്ന് സംശയിക്കുന്നുണ്ടായി. അതാണ് ഞാനത് പറയാനുള്ള കാര്യം. ഇന്ന് മജ്‌ലിസ് നൂർ അല്ലല്ലോ എന്ന് ചില സഹോദരിമാർ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തെ ക്ലാസ് മജ്‌ലിസ് നൂറാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ ഇന്ന് മജ്‌ലിസ് നൂറായത്. പിന്നെ അപ്പോൾ നമ്മൾ മജ്‌ലിസ് നൂറിലേക്ക് കടക്കുകയാണ്. സുദീർഘമായി ഞാനൊന്നും സംസാരിക്കുന്നില്ല. വരുന്ന വ്യാഴാഴ്ച റജബ് 27 മിഅ്റാജിന്റെ നോമ്പ് അനുഷ്ഠിക്കേണ്ട ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ് ഇസ്റാഉം മിഅ്റാജും. പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെയും എന്താണ്? സൂറത്തുൽ ഇസ്റാ എന്നാണ്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ റജബ് 27 ഈ ഇസ്റാഉം മിഅ്റാജും നടക്കുന്നത്. റജബ് 27 രാവിലെ ട്ടോ, രാവിലാണ്, പകലല്ല, രാത്രി, രാവിലെ 27 രാവ്, അതായത് ബുധനാഴ്ച സൂര്യൻ അസ്തമിച്ച രാത്രി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ നമുക്കും കുടുംബത്തിനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്ന് ഈ വിഷയം ഭർത്താക്കന്മാരോട് പറയണം. ഈ നോമ്പിന് ഹദീസിൽ വല്ല തെളിവുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ഹദീസിൽ വന്നിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സ്വാമ യൗമ സാബിഇ വൽ 20 മിൻ റജബ് കുതിബ ലഹു തവാബ സിയാമ 60 ശഹ്റാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മർക്കാർ പള്ളിയിൽ വെച്ച് അഭിനന്ദനായ മൊയ്തീൻ ബാഖറി ഉസ്താദ് ഈ ഹദീസ് വിശകലനം ചെയ്ത് നമുക്ക് വഅദ് പറഞ്ഞു തരികയുണ്ടായി. എന്താണ് ഇതിന്റെ അർത്ഥം? മൻ സ്വാമ യൗമ സാബിഇ വൽ 20 മിൻ റജബ്, ആരെങ്കിലും റജബ് 27 നോമ്പ് നോറ്റാൽ കുതിബ ലഹു തവാബ സിയാമ 60 ശഹ്റാ, 60 മാസം നോമ്പ് നോറ്റ പ്രതിഫലം അവന് രേഖപ്പെടുത്തും. 60 മാസം. അപ്പോ 60 × 30 1800 ദിവസം. 1800 ദിവസം നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം വരാനിരിക്കുന്ന വ്യാഴാഴ്ച റജബ് 27 നോമ്പനുഷ്ഠിച്ചാൽ ലഭിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. ഈ നോമ്പിനെ കുറിച്ച് മഹാരഥന്മാരായ ഇമാമിങ്ങൾ വല്ല കിതാബിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. എന്തൊക്കെയാണ് ആ കിതാബിന്റെ പേര്? ഫത്ഹുൽ അല്ലാം, ബാജൂരി, ഇആനത്തു ത്വാലിബീൻ, ഫതാവ ശാലിയാത്തി. ഈ കിതാബുകളിലൊക്കെ മഹാരഥന്മാർ പറഞ്ഞത് എന്താണ്? യുസ്തഹബ്ബു സൗമു യൗമൽ മിഅ്റാജ്, മിഅ്റാജിന്റെ ദിവസം നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്. അപ്പൊ എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞു. ഹദീസിൽ അതിന് തെളിവുണ്ട്. ഇനി ആര് കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും നിങ്ങൾ ഇളകുവോ? ഇല്ല. അല്ല, അങ്ങനെ കുറെ കുത്തിത്തിരിപ്പ് ഈ പുറത്തു കൂടി നടക്കണ്ടേ.
മിറാജ് നോമ്പില്ല, നോമ്പ് അനുഷ്ഠിക്കണ്ട, അങ്ങനെ സുന്നത്ത് നോമ്പ് റജബിലില്ല എന്നൊക്കെ പറഞ്ഞ് പുത്തൻവാദികൾ രംഗത്ത് ഇറങ്ങുമ്പോ അതിനെതിരെ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആയിഷ, ഖദീജ, ഫാത്തുമ, സഫിയ നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം. അതിനാണ് ഞാൻ ആ ഹദീസ് പറഞ്ഞത്. കിതാബുകളുടെ പേര് ഞാൻ പറഞ്ഞത്. കിതാബുകളുടെ പേര് ഓർമ്മയില്ലെങ്കിലും നമുക്ക് ഒരു കാര്യം ഓർമ്മ വേണം. പരിശുദ്ധമായ റജബ് 27-നാണെങ്കിലും നോമ്പ് നോറ്റാൽ 60 മാസം നോമ്പ് നോറ്റ പ്രതിഫലം ലഭിക്കും. മറന്നു പോകരുത്. എന്തിനാണ് ഈ നോമ്പ് സുന്നത്താക്കപ്പെട്ടത്? ഞാൻ സുദീർഘമായി സംസാരിക്കാൻ മജ്‌ലിസിനുള്ളിലേക്ക് കടന്നു. നോമ്പ് സുന്നത്താക്കപ്പെടാനുള്ള കാരണം ഇസ്രാ മിഅ്റാജ് നടന്നത് റജബ് 27 രാവിലെ ആണ് എന്നതുകൊണ്ട് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്ത് ലഭിച്ചതിന്റെ 10 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അതങ്ങനെ പറയാണ്ടായ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ദുഃഖം ഉണ്ടാക്കിയ 2 സംഭവങ്ങൾ ഉണ്ടായി. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നു പോലെ വളർത്തിയ വാപ്പ മരണപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിന്റെ മരണവും അതിനോടനുബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യതീമായതും, അതിനെ തുടർന്ന് മൂത്താപ്പ അബൂ താലിബ് എന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുക്കുക. അബൂ താലിബ് മുസ്ലിം ആയിട്ടില്ല, റളിയല്ലാഹു അൻഹു ഒന്നും പറയണ്ട. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. നരകാവകാശിയാണ് അബൂ താലിബ്. കാരണം കലിമത്ത് തൗഹീദ് ചൊല്ലിയില്ല. അവസാനം മരിക്കുന്ന സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് ചെന്ന് കലിമത്ത് തൗഹീദ് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. സമ്മതിച്ചില്ല. ആര് സമ്മതിച്ചില്ല? അബൂ താലിബിന്റെ കൂട്ടുകാര് സമ്മതിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത വേദന ഉണ്ട് ആ വിഷയത്തിൽ. അല്ലാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിന് വേണ്ടി മരണപ്പെട്ടിട്ടും ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. പടച്ചവനെ, എന്റെ മൂത്താപ്പ അബൂ താലിബിനെ നീ പുറത്തു കൊടുക്കണേ. കാരണം എത്ര സ്നേഹം ഉണ്ടാവാൻ കാരണം അബൂ താലിബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നുപോലെ വളർത്തി എന്നുള്ളതാണ്. ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് ഒരു പടി ദ്രോഹം നബി തങ്ങൾക്ക് നേരിട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ ആ വിഷയങ്ങളൊക്കെ. വളരെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ അബൂ താലിബ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മക്കയിലെ അന്നത്തെ പ്രമുഖ പ്രമാണിയാണ് അബൂ താലിബ്. അതുകൊണ്ട് തന്നെ അബൂ താലിബ് എന്തെങ്കിലും ഒരു സദസ്സിലേക്ക് വന്നു, അല്ലെങ്കിൽ അബൂ താലിബ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വാക്കും ഒരു നിലയും വിലയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ഈ അബൂ താലിബിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സ്നേഹം കാണുമ്പോൾ ശത്രുക്കൾക്ക് അബൂ താലിബിനോട് വെറുപ്പായിരുന്നു. പക്ഷേ അബൂ താലിബിനോട് ശത്രുക്കൾ വന്ന് മുശ്രിക്കീങ്ങൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ രീതിയിൽ സ്നേഹിച്ചത് കണ്ടപ്പോ, അല്ലെങ്കിൽ സഹായിക്കുന്നത് കാണുമ്പോ അതിനെതിരെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അബൂ താലിബ് മരണം വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേ അറ്റം നോക്കിയിട്ടാണ് അബൂ താലിബ് ഈ ലോകത്തോട് വിട പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ഇഷ്ടം ഉണ്ടായതുകൊണ്ട് നരക ശിക്ഷയിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ശിക്ഷ ലഭിക്കുന്ന ആളാണ് ആര്? അബൂ താലിബ്. നരകാവകാശിയാണ്. നരകശിക്ഷയിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ശിക്ഷ ലഭിക്കുന്ന ആളാണ്. കാരണം മുത്തുനബിയോടുള്ള ഈ പ്രണയമായിരുന്നു അത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അബൂ താലിബ് മരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് വിയോഗം സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്രമേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്താണിയായിരുന്നു. അതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താങ്ങും തണലുമായിരുന്ന സഹധർമ്മിണി ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. മഹദി അവരുടെ വേർപാടും ഒരേ സമയത്താണ് നടക്കുന്നത്. ആദ്യം അബൂ ത്വാലിബ് മരണപ്പെട്ടു. 3 മാസം കഴിഞ്ഞപ്പോ തന്റെ സഹധർമ്മിണി താങ്ങും തണലുമായി
തനിക്ക് എന്നും സാമ്പത്തികമായും ശാരീരികമായും മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒപ്പം നിന്ന് സഹായിച്ച സഹധർമ്മിണിയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. 3 മാസം കഴിഞ്ഞപ്പോൾ ഖദീജ ബീവിയും ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ 2 വിയോഗം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. അതുകൊണ്ട് ഈ വർഷത്തിന് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നാ പറയാ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അബൂ ത്വാലിബിന്റെ ഈ വിയോഗവും ഖദീജ ബീവിയുടെ ഈ വിയോഗവും മുത്തുനബിക്ക് ഇത്രമേൽ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ പടച്ച റബ്ബ് അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതാണ് മിഅ്റാജ്. വേദനപ്പെട്ട് വിടവുകൊണ്ട് നിൽക്കുന്ന, വിഷമിച്ചു നിൽക്കുന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടച്ച റബ്ബ് നേരിട്ട് അല്ലാഹുവിനെ കാണാൻ വേണ്ടി വിളിക്കുക. ആ വേദനകളൊക്കെ പോവാൻ വേണ്ടി, വിഷമങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ വേണ്ടി, അബൂ ത്വാലിബിന്റെ വിയോഗവും ഖദീജ ബീവിയുടെ വേർപാടും മുത്തനബിക്കുണ്ടാക്കിയ ആഘാതം സോൾവ് ആക്കാൻ വേണ്ടി, ക്ഷമിപ്പിക്കാൻ വേണ്ടി ആയിരുന്നു സത്യത്തിൽ ഈ മിഅ്റാജ് ഉണ്ടായത്. പിന്നെ അതിനെ തുടർന്ന് നിസ്കാരം നിർബന്ധമാക്കുന്നതും അല്ലെ, 50 വക്ത് നിസ്കാരമായിരുന്നു മിഅ്റാജിന്റെ റജബിന്റെ സമ്മാനം എന്ന് പറയുന്നത്. തന്നെ ഈ റജബ് മാസത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനമാണ് 5 വക്ത് നിസ്കാരം. ഞാൻ വിശദീകരിക്കുന്നില്ല. 50 വക്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 50 വക്ത് നിസ്കാരം വാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പോരുമ്പോഴാണ് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, അവിടെ വലിയ ഇമാമാരൊക്കെ ഉണ്ട്, എന്നേക്കാൾ കൂടുതൽ ഈ വിഷയം ചർച്ച, ഈ ചരിത്രങ്ങളൊക്കെ അറിയുന്ന ആളുകളാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നിങ്ങൾ മുത്തുനബിയെ, ഉമ്മത്തിന് ഇത് പ്രയാസമാകും, 50 വഖത്ത് നിർവഹിക്കുക എന്നത് ഉമ്മത്തിന് പ്രയാസമാകും, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം, അള്ളാഹുവിന്റെ സവിധത്തിൽ ചെന്നിട്ട് പറയണം, ചുരുക്കാൻ വേണ്ടി പറയണം. അങ്ങനെ 2-3 തവണ കേറി മടങ്ങി കുറഞ്ഞു വന്ന് അവസാനം അത് 5 വഖത്താക്കി ചുരുക്കി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, കണക്കിൽ ഇത് 5 ആണെങ്കിലും കൂലിയിൽ 50ന്റെ കൂലി കിട്ടുന്ന, 5 വഖത്ത് നിസ്കരിച്ചാൽ 50 വഖത്ത് നിസ്കരിച്ച കൂലിയാണ്. ഒരു വഖത്ത് നിസ്കാരത്തിന് 10, ളുഹറിന് 10, അസറിന് 10, മഗ്രിബിന് 10, ഇശാന് 10, സുബ്ഹിക്ക് 10. ആ 50 വഖത്ത് നിസ്കരിച്ച പ്രതിഫലം ഈ 5 വഖത്ത് നിസ്കാരം നിലനിർത്തി പോന്നാൽ കിട്ടും. പരിശുദ്ധമായ റജബ് മാസത്തിൽ ആ നിസ്കാരത്തിന്റെ വാർഷികം കൂടിയാണ് നടക്കുന്നത്. ഇതൊക്കെ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാപ്പുസ്താദ് നമ്മളോട് പ്രതിപാദിക്കണ്ടായി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റജബിന്റെ എല്ലാവിധ പുണ്യങ്ങളും അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. വിളിച്ചോളി ഇവിടെ അപ്പോ മിഅ്റാജിന്റെ നോമ്പ് വ്യാഴാഴ്ച ആയതുകൊണ്ട് വ്യാഴാഴ്ചയുടെ നോമ്പിന്റെ നിയ്യത്ത് വെക്കാം. മിഅ്റാജിന്റെ സുന്നത്ത് നോമ്പിന്റെ നിയ്യത്ത് വെക്കാം. ഏതെങ്കിലും ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ അതും നിയ്യത്ത് വെക്കാം. ഇങ്ങനെയുള്ളൊക്കെ വളരെ ശ്രേഷ്ഠമായ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ആ നോമ്പ് ഒരിക്കലും ആരും ചെയ്യേണ്ട, മിസ്സാക്കണ്ട. അടുത്ത കൊല്ലം ആർക്കൊക്കെ അതിന് അവസരം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ആലോചിച്ച് നോക്കുക, നമ്മുടെ ഈ വർഷം തന്നെ ഒരുപാട് നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രായാധിക്യം കൊണ്ട് രോഗശൈലിയിൽ കിടന്ന ആളുകളല്ല. നമുക്ക് വേണ്ടപ്പെട്ട ആരോഗ്യവാന്മാരായിട്ടുള്ള നമ്മുടെ അയൽവാസികളും നമ്മുടെ കുടുംബങ്ങളും സഹോദര സഹോദരിമാരും ഒക്കെ, നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ മാരകമായിട്ടുള്ള കൊറോണ വൈറസിന് അടിമപ്പെട്ട് അവരൊക്കെ മരണപ്പെട്ടു പോയി. അപ്പൊ ഈ രീതിയിലുള്ള പ്രയാസങ്ങളിലൊന്നും അകപ്പെടാതെ ഇരിക്കുകയും അതിനൊക്കെ നമുക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാവണം. അപ്പൊ അടുത്ത വർഷം നമ്മളതിന് ഉണ്ടാകുമെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന അവസരങ്ങളെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
നോമ്പാണെങ്കിലും നിസ്കാരത്തിന്റെ കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ബദ്ധശ്രദ്ധരായിരിക്കണം. പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നല്ലോണം സഹകരിക്കണം. ചെറിയ രീതിയിലൊന്നല്ല, നല്ലോണം സഹകരിക്കണം. നമ്മുടെ മക്കളുടെ പഠനത്തിന്റെ കാര്യത്തിലും അവരുടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നിസ്കരിച്ചോ മക്കളോട് ചോദിക്കുമ്പോൾ മക്കൾ നിസ്കരിച്ചിട്ടില്ല എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ശരിയാവുക? അപ്പൊ അതുകൊണ്ട് മക്കളുടെ കാര്യത്തിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ അവർക്ക് നല്ലതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക, നല്ല അതമുള്ള മക്കളാക്കി തീർക്കുക. നമ്മൾ ഇതൊക്കെ പഠിച്ച ആളുകളും അറിഞ്ഞ ആളുകളും പഠിക്കുന്ന ആളുകളായതുകൊണ്ട് നമ്മൾ അവരുടെ മുമ്പിൽ മാതൃകയുള്ളവരായി തീരുക ഒക്കെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് മജ്‌ലിസ് നൂറിലേക്ക് പ്രവേശിക്കണം. പിന്നെ അപ്പോൾ ഇൻഷാ അല്ലാഹ് മജ്‌ലിസ് നൂറിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും നോക്കി ചെല്ലുക. ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാണ്. അല്ലാഹു കബൂലാക്കട്ടെ. നിങ്ങൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത്? നിങ്ങൾ ചെല്ലണ്ടോ? إلى حضرة روح نبينا وحبيبنا محمد صلى الله عليه وسلم، ثم إلى حضرات أصحابه البدرين، ثم إلى حضرات أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن
هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس آمين آمين الحمد لله رب العالمين لك الحمد يا ربي يا الله يا معبود اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد اللهم اغفر مثل ثواب ما قرعنا وهذه هدية واصلة وتقية ورحمة نازلة وبركة باهية إلى حضرة نبي المصطفى محمد صلى الله عليه وسلم وإلى رواء السادات البدريين رضوان الله تعالى عنهم أجمعين اللهم شفعهم فينا يا أرحم الراحمين اللهم بلغهم منا السلام اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا ولأصحابنا ولجميع المسلمين والمؤمنين ببركاتهم وكراماتهم يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بسم الله الرحمن الرحيم لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أبدأ باسم الواحد حمدا له بالآمد صلى على محمد والآل وسلام الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أدعوك يا مولانا بأهل بدر بدرنا محمد نبينا صل عليه يا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أبو بكر عمر عثمان ثم حيدر نسل لعوف عامر وطلحة بن عبيد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ألفا زبير يبرع سعد سعيد هانئ أسعد إمران ضر بي نبي نبل الله لا إله إلا الله لا إله إلا الله لا إله إلا الله
محمد رسول الله أو سنه المخشي وهو ليس ياسي يسده أو سنه شيخ وهو سيد وسعد عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله بشر حبيب صاحب أمر عبيد حاتب بوجير وحب صاحب أبو حبيب عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله والراء خباب النبو حبا وسعد يسحب باحاتهم ومعتب أبو لبابة عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله تميمهم ضرورة أبو قتادة عتبة تميمنا وعمارة وعتبة بن عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله تميمهم وعبادة ومعتب عكاشة تاجا قتادة عقبة أبو الإسرمة عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله علابة والحارث وثابت والحارث ثقف نمير حارث آب لهيثم عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي صلى وسلم ربنا على الرسول نبينا محمد حبيبنا فقل لنا يا ربنا ثعلبة والحارث حارثة والحارث ثابتهم والحارث أبو المرزد عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فقل لنا يا ربنا جبر وابتلاء وجبير نمير يفرد جبار أمر النجو سعد نبيد عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فقل لنا يا ربنا
وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا حمزة حديث ورباب حبيب مصطفى حبيبنا ثابت سير سهيل عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا حمزة حارث وريث وحارث دعو حارثهم عمرو سعو عن كلهم رضوان الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا خلاد خالد وأبيب سبيب أمه خلادنا عمرو وأبيب سليم عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا خوات خارجة وخليل خليفة سخو خباب خارجة رخو عن كلهم رضوان الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا ذري عبيد معبد زيد زياد مرثد ذو كيل سعد خالد أبو خزيمة عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا خاء العصاة محمد سعد يزيد المعبد ذري خليس راشد عن كلهم رضوان الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا لتباننا ومعبد ومجدد ومعبد ذهبي معاذ عائذ أبو حذيفة عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم قولوا لنا يا هودنا
عن كلهم رضوان الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم قولوا لنا يا هودنا سيد زياد محرز حارث ومسعود جزو زيد أبو قيس قصو زيد معاذ عبد الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم قولوا لنا يا هودنا سيد أبو داود زهودا زيادا يبرز زيد يزيد المحرز عن كلهم رضوان الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم قولوا لنا يا هودنا سعيد بشير ثم صبير سليم نانس سعد أبو اليسر بصهيل سليم عبد الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم قولوا لنا يا هودنا سعد إياس نخلس عبس وسلمة بسبس سهل وأوس الفارس عن كلهم رضوان الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم قولوا لنا يا هودنا شريكنا الغيراش وذو الشمالين الغشا شماس قيداش يشا عامر شجاع عبد الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم قولوا لنا يا هودنا شمسي أبو كبشة فشا يزيد خلاد النشا شاهي أبو سبر مشا عن كلهم رضوان الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم قولوا لنا يا هودنا صفوان عباد وصهيب أبو عسل خصو صائب يزيد صبيح سلامة عبد الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم قولوا لنا يا هودنا إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي എല്ലാ വലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമൈ കാക്കണം യാ റബ്ബന സ്വാഫിന്നഹുൽ അൽവാരിസു യൂദൻ അദീവി യുഖ്ലിസു സ്വൈഫിയുഹുൽ മുഹ്ലിസു അൻ കുല്ലിഹിം റിദ്വാനുല്ലാഹി എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും
ബദരീങ്ങളെ ബർക്കത്തിനാൽ എന്നെ കാക്കണം യാ റബ്ബനാ ളാഹും അംറുൻ റിളാ നദറുൻ റിയാദുൻ നാരിളാ ضحاك عامر رضا وجابر بن عبد الله എല്ലാ ബലാലും നാഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ എന്നെ കാക്കണം യാ റബ്ബനാ ضربا نبوحا نامضا عن كلهم رضوان الله എല്ലാ ബലാലും നാഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ എന്നെ കാക്കണം യാ റബ്ബനാ طوفيل رفيع وطوفيل لنا وسويبط طوليكم سهل وطوفيل سليف عبد الله എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ എന്നെ കാക്കണം യാ റബ്ബനാ തുറം വആലിദത്തുൻ ബിതുഹൂരിൻ അബിയത്തുൻ ഖുതു ضعنا عمير يسرد عن كلهم رضوان الله എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ എന്നെ കാക്കണം യാ റബ്ബനാ غير حارثة تظاهر عامر منذر لظى ظهرا معاذ حافظا أبو سليف عبد الله എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ എന്നെ കാക്കണം യാ റബ്ബനാ للي أبو أيوب ضاها عامر عاصم لها ظنا عمير واعظا عن كلهم رضوان الله എല്ലാ ബലാലും നാഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ എന്നെ കാക്കണം യാ റബ്ബനാ عقبة عمرو رافع عبدة سعد مهجع عبادة والرافع كل مسعود عبد الله എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ എന്നെ കാക്കണം യാ റബ്ബനാ عقبة عباد وعصيبة عمار سعو عتبة عامر دعو عن كلهم رضوان الله എല്ലാ ബലാലും നാഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ എന്നെ കാക്കണം യാ റബ്ബനാ مخلد وقى نعمان سعد مسبعا حسبا مغيث طابعا كل سلمة عبد الله എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ എന്നെ കാക്കണം യാ റബ്ബനാ إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي
مقصودي ورضاك مطلوبي തന്നം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാകണം യാ റബ്ബന ഖസം വസബ്റതും വഹലീനാ വവദബതും തവ ഗൈളം വസാബിതും വഹ അൻ കുല്ലിഹിം സൂര്യനും മറ്റുള്ള ദീനമടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ഫർബതു റാഫിഉൻ ദിഫാഅതുനാ അബൂസീനാ നഫാ ഫാഖീറുനാ ഔഫുൻ സഫാ സഅദുൻ വഹാരിസ് അബ്ദുല്ലാഹ് തന്നം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ഫയസീദ അനസത്തുൻ ദിഫാഅതുഹും ഉബാദത്തും വഫാ ഫൽഹാരിസത്തുൽ മുസ്തഫാ അൻ കുല്ലിഹിം റിദ്വാനുല്ലാഹ് തന്നം വബാവ സൂര്യനും മറ്റുള്ള ദീനമടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന قطبات مقداد وقدامة حولي النقو قيس ومسعود ركو قيس سراقة عبد الله തന്നം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ഖൈസുൻ സുറാഖത്തുൻ സുബു ഉഖബത്തു ഇസ്മത്തുൻ ബുഖു ഖൈസുൻ മുഅത്തീബുൻ വഖു അൻ കുല്ലിഹിം റിദ്വാനുല്ലാഹ് തന്നം വബാവ സൂര്യനും മറ്റുള്ള ദീനമടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന കഅബുൻ സിമാകുൻ മാലികുൻ മസ്ഊദ് അംറുൻ മാലികുൻ കഅബുൻ മുആദുൻ മാലികുൻ ആബുൽ ഖാലിദ് അബ്ദുല്ലാഹ് തന്നം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന കഅബുൻ റിഫാഅത്തു മാലികുൻ അംറുൻ വസലമത്തു മാലികുൻ ഖാദാ മുബാറത്തു മാലികുൻ അൻ കുല്ലിഹിം റിദ്വാനുല്ലാഹ് തന്നം വബാവ സൂര്യനും മറ്റുള്ള ദീനമടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ലിബ്ദത്തു സഹലും മഅഖലു സഹലും ബിലാലും ആഖിലു ലീനൻ ഉബൈബുൻ നൗഫലു ഹാദാ നസീലു അബ്ദില്ലാഹ് തന്നം വബാവ സൂര്യനും മറ്റുള്ള ദീനമടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ലംഅൻ വമാലികുൻ നൂലു അബൂ അബീബി യഅമലു ലൈലം മുലൈലു യഅദിലു അൻ കുല്ലിഹിം റിദ്വാനുല്ലാഹ് തന്നം വബാവ സൂര്യനും മറ്റുള്ള ദീനമടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന മുഅ്മിൻ സുലൈമുൻ സാലിമുൻ അംറുൻ നുബൈറുൻ അർഖം
കണ്ടം സൂര്യനും മറ്റുള്ള തീരമടങ്ങലും ബദിരീങ്ങളെ ബർക്കത്തിന ശിഫയാക്കണം യാ റബ്ബന ഇലാഹി അൻത മഖ്സൂദി വരിവാക മഖ്ലൂബി ഇലാഹി അൻത മഖ്സൂദി വരിവാക മഖ്ലൂബി ഇലാഹി അൻത മഖ്സൂദി വരിവാക മഖ്ലൂബി മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബന مسعودهم والعاصم آب لحمزة سالم مالكنا والعاصم عن كلهم رضوان الله മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബന نعمان سفيان لنا نعمان عدنان سنا نعب نعيمان سنا نعمان معن عبد الله മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബന نعمان ثعلبة سنا والعم عنترة لنا نعمان عتبان لنا عن كلهم رضوان الله മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബന وعب وعباد سباد عبد الرحمن دبا والعاصم العابر واحدنا وزيد عبد الله മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബന وأبو لخارجة سواد ثابت نعمان ووديعة المسعود وعن كلهم رضوان الله موتد കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബന عبيد عثمان وهلال وعبد ربه هودا عبيد ثم هلال معاذ عبد الله മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബന هادي أبو طلحة باتا وثابت بهي هذا تمام منتهي عن كلهم رضوان الله മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബന لا رب سواك على من كل آفات بلا لا مصيبات ولا أن تحمينا يا الله موتد കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബന
هاديا يا من وقيعا هاديا قيني دواما يا الله يسر سكرات الليا تميت دين المنجيا يا من وقيعا هاديا قيني دواما يا الله يسر سكرات الليا تميت دين المنجيا يا من وقيعا هاديا قيني دواما يا الله موتد കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ അതിരിങ്ങളാൽ തുണ റബ്ബന യാ മൻ തുഈനി വാമിയ സിത്തീന തമ്മത് സല്ലിയ യൗമൻ തുജല്ലിൽ മുൻജിയ ആമീന സല്ലിം യാ അല്ലാഹ് മൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ അതിരിങ്ങളാൽ തുണ റബ്ബന لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي പള്ളി പൈനിങ്ങിലേക്ക് സഹോദരി 1000 രൂപ നൽകിയിരിക്കുന്നു. സ്വീകരിക്കുമാറാവട്ടെ, അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. എന്തെങ്കിലും എഴുതിയതോ മറ്റോ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. എഴുതിയതോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാം. ബക്കറ്റ് ഇങ്ങോട്ട് കൊടുത്തോളേ, വാങ്ങിക്കോട്ടെ. വാങ്ങിക്കോളി. മാതാ സംരംഭത്തിലേക്ക് ഉദാരമായി എല്ലാവരും സംഭാവന ചെയ്യണം. നമുക്ക് ഇൻഷാ അല്ലാഹ് ഫാത്തിഹ ഒരു യാസീൻ ഓതി ദുആ ചെയ്യാൻ വേണ്ടി പോവാണ്. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوم ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون فسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون
المرسلون إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم انفقوا مما رزقكم الله قال الذين كفروا للذين آمنوا ونطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون توصية ولا إلى أهلهم يرجعون ونفخ في السور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق
واحدة فإذا هم جميع لدينا محضرون نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم بصباتهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد ضل منكم جبلا كثيرا فلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط ولو نشاء لمسخناهم على مكانتهم وما استطاعوا مضيا ولا يرجعون ومن نعمره ننكس في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون ولا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون പായസം കുടിക്കാൻ നിന്നാൽ നേരം വൈകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദ്വാരക്കല്ലേ بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس
നമുക്ക് പിന്നെ ഇവിടെ ചീനി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സഹോദരി കടം മൂടണമെന്ന് പ്രത്യേകം തീയത്തോടു കൂടെ ചീനി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെയിന്റിങ്ങിലേക്ക് സഹായിച്ചവരുണ്ട്. അതുപോലെ തന്നെ ബക്കറ്റിൽ പിരിവിലൂടെ സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും വേണ്ടിയും മഹത്തായ സംരംഭത്തിൽ മദരീങ്ങളെ തവസ്സുലാക്കി ദുആ ചെയ്യാൻ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبالشهداء البدريين وبسائر الصحابة أجمعين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا السم الناقع والداء القامع والوباء القاطع إنك مجيب سامع وأن تصرف عنا الطاعون والوباء. اللهم نبر بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا واشغل بالاعتبار أفكارنا. اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمالنا. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيذنا وإياها من عذاب القبر وتؤمننا وإياها من الفزع الأكبر وتنجينا وإياها عن دار البوار وتسكننا الفردوس من دار القرار بحق محمد صلى الله عليه وسلم وآله الأبرار. അർഹമുറാഹിമായ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ ഞങ്ങളുടെ ഈ മജ്ലിസിനെ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈൻ ഖൽബുൽ ഖുർആൻ സൂറത്ത് യാസീൻ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ വദീനീങ്ങളെ തവസ്സുലാക്കി കൊണ്ടുള്ള മജ്ലിസിനോട് ഞങ്ങൾ ചൊല്ലി റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയതിന്റെ ചൊല്ലിയതിന്റെ പറഞ്ഞതിന്റെ മിഥ്യ സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാർ സഹോദര സഹോദരിമാർ അല്ലാഹുവേ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ അല്ലാഹുവേ ഞങ്ങൾക്ക് വഴിവെളിച്ചം നൽകിയ ഞങ്ങളുടെ ഉസ്താദുമാർ അല്ലാഹുവേ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ വിച്ചാമിന എന്ന് പറയുന്ന സഹോദരിയുടെ ഹദ്റത്തിലേക്ക് ഞങ്ങളുടെ ഈ മജ്ലിസിന്റെ മിഥ്യ തവാബിനെ പ്രകാശമാക്കി ദറജകളാക്കി എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. റഹ്മാനായ റബ്ബേ ആ മഹദിയുടെ പേരിൽ ചീർന്ന് നൽകിയിട്ടുണ്ട് റബ്ബേ. അവർക്ക് സ്വർഗ്ഗത്തിൽ നിന്നുള്ള അന്നപാനീയങ്ങൾ നൽകണേ അല്ലാഹ്. അല്ലാഹുവയുടെ ഖബറിലേക്ക് സ്വർഗ്ഗത്തിൽ നിന്നുള്ള വാതായനങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ഖബർ സ്വർഗ്ഗപൂന്തോപ്പാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ നാളെ ഞങ്ങൾക്കും അവർക്കും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ഖബറിന്റെ ഇരുളിൽ നിന്ന് ഞെരുക്കത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന്
അദാബിൽ നിന്ന് അവരെ വണ്ണമായി കാത്തുരക്ഷിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കണ്ടവർക്ക് സന്തോഷിക്കാൻ വക നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ദുആ നീ കബൂലാക്കി തരണേ അല്ലാഹ്. ഒരു ചാണ വീത സൂര്യൻ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ അർശിന്റെ തണലിൽ ഒരു സ്ഥാനം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ വിയർപ്പിൽ മുങ്ങി കുളിക്കുന്ന നേരത്തെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ അല്ലാഹുവേ മൂർച്ചയേറിയ സിറാത്ത് എന്ന പാലം മിന്നൽ വേഗതയിൽ വിട്ടുകടക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ മീസാൻ എന്ന് പറയുന്ന തുലാസിൽ നന്മയുടെ ഭാഗം മുൻതൂക്കമാക്കി തരണേ അല്ലാഹ്. കിതാബുകൾ നൽകുന്ന സമയം അത് വലത് കൈയിൽ സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ജഹന്നമാകുന്ന നിന്റെ നരക ശിക്ഷയിൽ നിന്ന് സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇതുവരെ കേൾക്കാത്ത, ഒരു മനസ്സിലും ഇതുവരെ അങ്കുരിക്കുക പോലും ചെയ്യാത്ത നിന്റെ സുഖലോക സ്വർഗം അല്ലാഹുവേ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവേ ഹജ്ജും ഉംറയും ചെയ്യാൻ ആവതാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ചെന്നുകൊണ്ട് ഹബീബിന് സലാം പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ എന്റെ ഖബർ ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ നാളെ അവന് എന്റെ ശഫാഅത്ത് ലഭിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ മൻ സാറ ഖബരി വജബത് ലഹു ശഫാഅത്തി. അല്ലാഹുവേ ഞങ്ങളുടെ ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ അതുവഴി നാളെ അവിടുത്തെ ശഫാഅത്തുൽ ഉദമയിൽ സാധുക്കളായ പാപികളായ ദോഷികളായ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ പരിശുദ്ധമായ റമദാനാണ് വരാൻ പോകുന്നത്. ആഫിയത്തോട് കൂടെ പരിശുദ്ധമായ റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ കഴിഞ്ഞ വർഷത്തെ പോലെയുള്ള പ്രയാസങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പള്ളിയിൽ പോയി തറാവിയഹ് നിസ്കരിക്കാൻ പുരുഷന്മാർക്ക് അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ആരോഗ്യത്തോടെ ആഫിയത്തോടെ വ്രതമനുഷ്ഠിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും വീട്ടിലും എല്ലാവിധ ഖൈറും ബറക്കത്തും റഹ്മത്തും നിഅമത്തും സലാമത്തും ആഫിയത്തും ഹിമ്മത്തും ഇസ്സത്തും റാഹത്തും ഹിദായത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സാഹിബീങ്ങളുടെ സിഹറിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് കാക്കണേ അല്ലാഹ്. കണ്ണേറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ശരീരമാസകലം കാർന്നു തുന്നുന്ന ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ക്യാൻസർ രോഗികളുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്, ഞങ്ങളുടെ അറിവിലുണ്ട്. റഹ്മാനായ റബ്ബേ അവർക്ക് ശിഫ നൽകണേ അല്ലാഹ്. മജ്ലിസിന്നൂറിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ശരീരമാസകലം വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ ശമനം കൊടുക്കണേ അല്ലാഹ്. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. മാരകമായ വൈറസുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ആക്സിഡന്റുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ദുരവസ്ഥയിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങളെ മക്കള് പൊതുപരീക്ഷയും SSLC പരീക്ഷ അടക്കമുള്ള
നിർണായകമായ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് റബ്ബേ. അല്ലാഹുവേ, അവർക്ക് നല്ല രീതിയിൽ പരീക്ഷ എഴുതാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഉപരിപഠനത്തിനുള്ള സാധ്യത ഒരുക്കും വിധത്തിൽ അവർക്ക് നല്ല വിജയം നൽകണേ അല്ലാഹ്. പഠിച്ചത് ഓർത്തെടുക്കാനുള്ള ബുദ്ധിശക്തി നൽകണേ അല്ലാഹ്. ഓർമ്മശക്തി നൽകണേ അല്ലാഹ്. ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് അവർക്ക് നല്ല വിജയം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പരാജിതരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ്. ഞങ്ങളെ മക്കളെ പെടുത്തല്ല അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തെ പെടുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ, മരണം ഖൈറാകുന്ന സമയത്ത് ഞങ്ങളുടെ സഹോദരി മരണപ്പെട്ടു പോയതുപോലെ അല്ലാഹുവേ, നല്ല ഒരു ദിവസത്തിൽ, നല്ല ഒരു രാവിൽ, നല്ല ഒരു മാസത്തിൽ അല്ലാഹുവേ കലിമത്തു തൗഹീദ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بحقه صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.